കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ നടത്തിയ 2.39 കോടിയുടെ പെൻഷൻ തട്ടിപ്പ് കേസിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ. LSGD ജോയിന്റ് ഡയറക്ടർ സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. അതിനിടെ ബജറ്റ് അവതരണ ദിനം പാരിതോഷികത്തിന് പണപ്പിരിവ് നടത്തിയെന്ന വിഷയത്തിൽ നഗരസഭ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. നഗരസഭാ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതിയായ മുൻ ജീവനക്കാരൻ അഖിൽ സി വർഗീസിനെ ഇതുവരെ പിടികൂടുവാൻ 5 മാസമായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഗൗരവതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത്. അതിന്റെ റിപ്പോർട്ടാണ് മീഡിയ വൺ പുറത്തുവിടുന്നത്. നഗരസഭാ സെക്രട്ടറി അനിൽകുമാർ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. തട്ടിപ്പ് നടത്തിയ മുൻ ക്ലർക്ക് അഖിലിന്റെ ഫയലുകൾ ജൂനിയർ സൂപ്രണ്ടോ അക്കൗണ്ടന്റോ പരിശോധിച്ചില്ല. ട്രഷറിയിലേക്ക് നൽകിയ സാക്ഷ്യപ്പെടുത്തിയ കത്ത് അക്കൗണ്ടുകൾ പരിശോധിക്കാതെയാണ് സെക്രട്ടറി നൽകിയത്. അന്വേഷണത്തിൽ ഒരു ജീവനക്കാരി മാത്രമാണ് വിശദീകരണം നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിപ്പിന് പിന്നാലെ LSGD ജോയിന്റ് ഡയറക്ടറായിരുന്ന ഷാജി ക്ലമന്റാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട്, അക്കൗണ്ടന്റ്, PA2 സെക്രട്ടറി എന്നിവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തിരുന്നു. എന്നാൽ ഇടത് യൂണിയൻ നേതാവായ സെക്രട്ടറി അനിൽകുമാറിനെതിരെ സർക്കാർ ചെറുവിരൽ അനക്കിയില്ല. 211 കോടിയുടെ പുതിയ തട്ടിപ്പ് വാർത്ത നഗരസഭയിൽ നിന്നും പുറത്തു വരുമ്പോൾ നേരത്തെ സെക്രട്ടറിക്കെതിരായ നടപടി ഒഴിവാക്കിയ സർക്കാർ സമീപനത്തിനെതിരെ ചോദ്യമുന ഉയരുകയാണ്. ഇതിനിടെയാണ് ബജറ്റ് അവതരണ ദിനം അംഗങ്ങൾക്ക് പാരിതോഷികം നൽകുന്നതിന് പണപ്പിരിവ് നടത്തിയെന്ന വിവാദത്തിൽ നഗരസഭ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ഇതു സംബന്ധിച്ച് തദ്ദേശ ജോയിന്റ് ഡയറക്ടർക്ക് നഗരസഭ കത്ത് നൽകി. ജോസി ബാബു, മീഡിയ വൺ, കോട്ടയം.